ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ച ദിവസം തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേന്ദ്ര സർക്കാർ ആദ്യ ബജറ്റിൽ തന്നെ തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മൂന്നാം മോദി സർക്കാർ ആയിരിക്കും. പൊതുവെ എല്ലാവരും ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിക്കാൻ ആദ്യ ഒരു ബഡ്ജറ്റെല്ലാം ജനപ്രിയമാക്കാറുണ്ട്. പക്ഷേ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ജനങ്ങളുടെ രോഷവും പ്രാക്കും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ പരിഹാസ്യനാകുകയാണ്. മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പുതിയ കേന്ദ്ര ബജറ്റിന് പിന്നാലെ മധ്യവർഗ രോഷത്തിനിരയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നട്ടം തിരിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റോടെ രാജ്യത്തെ നിർണായക വോട്ടർമാരായ ഇടത്തരക്കാർ നരേന്ദ്രമോദിയുടെ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്നതായി സർവേകളുടെ പിൻബലത്തോടെ റോയിട്ടേഴ്സ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നു. 2 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ ഫെഡറൽ പ്രദേശങ്ങളിലുമാണ് ഒക്ടോബർ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ബജറ്റിന് ശേഷം 3 സംസ്ഥാനങ്ങളിലെയും ഇടത്തരം വോട്ടർമാരുമായി സംസാരിച്ചതിൽ അവരെല്ലാം വളരെയധികം നിരാശരായി കണ്ടെത്തിയെന്നാണ് സർവേ പ്രകാരം റോയിട്ടേഴ്സ് പറയുന്നത്. ഇതാണ് ഇനി BJP കാത്തിരിക്കുന്ന തിരിച്ചടി. ഇതിൽ മഹാരാഷ്ട്രയും ഹരിയാനയും BJP നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഒരർത്ഥത്തിൽ ജമ്മു കാശ്മീരും BJP തന്നെയാണ് ഭരിക്കുന്നത്. അങ്ങനെ കയ്യിലുള്ള 3 സംസ്ഥാനങ്ങളും BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് പുറത്തു വന്ന റിപ്പോർട്ടിൽ കാണുന്നത്. വ്യാവസായികമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഹരിയാനയും ജാർഖണ്ഡും. വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളാണ് ഈ 3 സംസ്ഥാനങ്ങളിലും ഉള്ളത്. നിലവിലെ തങ്ങളുടെ ഉയർന്ന നികുതി ചെലവ് തുടരുമെന്നതും അതിനിടയിലും വർധന വരുമെന്നാണ് BJPയുടെ മോദി സർക്കാരിനെ തള്ളിക്കളയാൻ കാരണമെന്നാണ് വോട്ടർമാർ പറയുന്നത്. ധനവിപണികളിലെ ചില്ലറ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടത്തിന്മേൽ നികുതി ഉയർത്തിയതും ആശ്വാസമുണ്ടാക്കുന്നതായിട്ടും ആദായ നികുതി നിരക്കുകൾ സ്പർശിക്കാതെ ഉപേക്ഷിച്ചതും ചില റിയൽ എസ്റ്റേറ്റ് നികുതി ആനുകൂല്യങ്ങൾ എടുത്തുകളഞ്ഞതുമാണ് ഇന്ത്യയിലെ 142 കോടി ജനസംഖ്യയിൽ 30% വരുന്ന മധ്യവർഗത്തിൻ്റെ രോഷത്തിന് കാരണമായിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ എന്ന് നമുക്കറിയാം. വരുമാനത്തിനായി കൂടുതൽ നികുതി നൽകേണ്ടി വരുമെന്നും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അത് നഷ്ടപ്പെടുന്നതിന് തുല്യമാണിതെന്നും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പറയുന്നു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. എങ്കിലും ഇത്തവണ ആ വോട്ട് BJPക്ക് നൽകില്ല എന്നും അവർ റോയിട്ടേഴ്സിനോട് പറയുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുമെന്ന് ജാർഖണ്ഡിൽ നിന്നുള്ള സർവേയിൽ പങ്കെടുത്ത ജനങ്ങളും പറയുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ബാധിക്കില്ല എങ്കിലും ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്നതിൽ BJP പരാജയപ്പെട്ടതിനെ തുടർന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും അജയ്യതയെയും കുറിച്ചുയർന്ന ചോദ്യങ്ങളെ ഇത് ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP തോറ്റാൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പോലും നേടാനാകാത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിടാൻ പോകുന്നത് വലിയ തോൽവിയായിരിക്കുമെന്ന് രാജ്യത്തെ രാഷ്ട്രീയ വിദഗ്ധർ ഒന്നടങ്കം പറയുന്നു. അതോടൊപ്പം തന്നെ നിയമസഭയിൽ BJPക്ക് തിരിച്ചടിയേൽക്കുന്നതോടെ രാജ്യസഭയിലെ BJPയുടെ അംഗസംഖ്യ കുറവ് വരാനും പോകുകയാണ്. അങ്ങനെ BJPക്ക് വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്.